പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇതുവരെ ഇലക്ഷൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് കണ്ടു. പ്രതീക്ഷിച്ച പോലെ UDF ഭരണം കിട്ടി. ഒരു ശക്തമായ ഫൈറ്റായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറയുകയും ചെയ്തു. ചിലപ്പോൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പ്രതീക്ഷിച്ചതും ചിന്തിച്ചതും വിശ്വസിച്ചതൊക്കെ പരിപൂർണമായി തെറ്റി. നല്ല രീതിയിൽ ജാതിമത കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അത് മുസ്ലിം വിഭാഗം ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളും UDF പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായി UDF പോയി. അതാണ് ഈ രീതിയിലുള്ള തോൽവി. അതുപോലെ തന്നെ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും ചോർന്നിട്ടുണ്ട്. അവസാന നിമിഷം അതും ഇതുമൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയ ആൾക്കാർ, അത് ഇടതുപക്ഷ വോട്ടുകളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കണ്ണൂരൊന്നും അതേപോലെയൊന്നും വരത്തില്ല. പിന്നെ നല്ല രീതിയിൽ ഡീല് നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ പറ്റും. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന BJP അടച്ചു പൂട്ടിച്ചതാണ്. പക്ഷേ ഒരക്കൗണ്ട് ഉണ്ടായത് അവർ 3 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ആരുടെ വോട്ടാണ് പോയേക്കണേന്നും ആര് കാരണമാണ് 3 BJP സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചതെന്നും നമുക്ക് മനസ്സിലാവും. ആ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം നോക്കിയാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണ് പോയെന്ന്. നല്ലൊരു തരംഗമായിരുന്നു. ഒരു ക്ലീൻ സ്വീപ്പ് പോലെ 100-ലധികം വോട്ട് ഒക്കെ നേടി 100 സീറ്റിൽ കൂടുതൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും കിട്ടുന്നത്. 103 104 അങ്ങോട്ടും കിട്ടി. അതിൻ്റെ കൂടെ 3 BJP MLA-മാർ. നല്ല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം അവരോടൊപ്പം നിന്ന മാധ്യമങ്ങളും സമ്പൂർണ്ണമായി വിജയിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. പക്ഷെ BJP-ക്ക് 3 സീറ്റ് കിട്ടിയത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ ഇലക്ഷൻ റിസൾട്ടും അതിൻ്റെ ടോട്ടൽ സീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവും ആരാണ് BJP ജയിച്ചേക്കണേന്ന്. അത് ആരുടെയും ക്ലാസ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് തന്നെ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ ഈ 3 സ്ഥലത്തും എങ്ങനെ ജയിച്ചെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഏതായാലും 10 വർഷം ഭരിച്ചതല്ലേ, ഇനി ഇവർ ഭരിക്കട്ടെ. അതാണ് പൊതുവെ ജനങ്ങൾ തീരുമാനിച്ചേക്കണത്. അതിനോടൊപ്പം ഈ പറയണ പോലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ മൊത്തമായിട്ടുള്ള അടിയൊഴുക്ക്, അത് കേരള കോൺഗ്രസ് പാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുനാമിയിൽ ഒഴുകിപ്പോയി. അല്ല, കേരള കോൺഗ്രസ് പാണി ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടിൻ്റെ ഉള്ളതാണ്. അവർ മൊത്തമായിട്ട് ഒലിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൻ്റെ മൊത്തം വോട്ടും അങ്ങോട്ട് പോയെന്നുള്ളതാണ്. പിന്നെ ഈ പറയണ പോലെ കൊച്ചിയിലും ഒക്കെ ഇടതുപക്ഷം തോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതായാലും കോട്ടയത്തും കൊച്ചിയിലൊക്കെ ഇടതുപക്ഷം തോക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗം UDF കണ്ണടച്ച് വോട്ട് ചെയ്തു എന്നാണ്. അപ്പം ആ രീതിയിൽ ആൾക്കാരെ എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ മാർക്ക് VD സതീശനും മുസ്ലിം ലീഗിനും പിന്നെ അവരുടെ ഒപ്പം നിന്ന് കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകണേന്.
എന്തും ആയിക്കോട്ടെ, ഇലക്ഷൻ എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് തന്ത്രങ്ങളും അടവുകളും കൊടുക്കാം. അപ്പോൾ അതിൽ വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഇനി നല്ല രീതിയിൽ ഭരിക്കുക, ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും 1000 ആശംസകൾ. അത്രേ ഉള്ളൂ. നല്ല നമസ്കാരം.